സർ, ബി.ജെ.പിയുടെ ജനാധിപത്യ കശാപ്പ് തുടരുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു 7 ആം ആദ്മി എം.എൽ.എമാർ കൂറുമാറി അവർ എം.പിമാർ രാജ്യസഭാ എം.പിമാർ കൂറുമാറി അവർ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഇതിന് സാധ്യമാണ്. അവർക്ക് കൂറുമാറാം, പക്ഷേ ഇത് അവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ സ്ഥാനഭ്രഷ്ട ആവേണ്ടതല്ലേ ശരിക്കും? യഥാർത്ഥത്തിൽ ഈ ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് അയാറാം ഗയാറാം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഹരിയാനയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഒരു ദിവസം ഒരു പാർട്ടി ചേരുക, പിറ്റേ ദിവസം അയാൾ വേറെ പാർട്ടിയിലേക്ക് പോവുക. അങ്ങനെ ഹരിയാനയിലെ ചൗട്ടാലയുടെ ജനതാദൾ, അതുപോലെ കോൺഗ്രസ്, ജനസംഘം, അങ്ങനെയുള്ള ജനതാ പാർട്ടി, ഇങ്ങനെയൊക്കെ ആയിട്ട് പല പരിപാടികളും കണ്ടിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് തുടങ്ങി പിന്നെ പല സംസ്ഥാനങ്ങളിലേക്കും അത് വന്നു. കൂറുമാറ്റം ഒരു പാർട്ടിയുടെ സിമ്പളിൽ, ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ ജയിച്ച് വേറൊരു പാർട്ടിയുടെ എം.പിയോ എം.എൽ.എയോ ആയി ഇരിക്കുക എന്നത് ഇങ്ങനെ വല്ലാതെ വന്നപ്പോഴാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ മാറ്റം വരുത്തി കൂറുമാറ്റ നിരോധന നിയമം വന്നത്. അപ്പൊ കൂറുമാറ്റ നിരോധന വ്യവസ്ഥ അനുസരിച്ച് ഒരാൾക്ക് ഒരു പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾക്ക് മറ്റൊരു പാർട്ടിയിൽ ചേരാൻ പറ്റില്ല. അങ്ങനെ ചേർന്നാൽ അയാളുടെ അംഗത്വം റദ്ദായിപ്പോകും. അപ്പോ അതാണ് കൂറുമാറ്റ നിരോധന നിയമം ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ വകുപ്പ് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെ പോരുകയാണ് പാർട്ടികളുടെ പിളർപ്പ് ഒരു വലിയ പ്രശ്നമായി. ഇതന്നെ ഈ ആദ്യത്തെ നിയമം തന്നെ പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോകുന്നത് മാറി കൂട്ടത്തിന്റെ അല്ല, വികസിത ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത്തരം ഇതിനൊക്കെ മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ഒരാൾക്ക് അതിനോട് എതിർപ്പുണ്ട്. ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അയാൾ എതിർത്താൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. കാരണം വിപ്പ് കൊടുത്തിട്ട് ലംഘിച്ചാൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. ശരിക്കും അങ്ങനെ വേണ്ട. കാരണം എനിക്ക് വ്യത്യസ്ത അഭിപ്രായം പറയാൻ ചാൻസ് കിട്ടുന്നുണ്ട്. പാശ്ചാത്യ രാജ്യത്തൊന്നും അതില്ല, വിപ്പ് ലംഘിച്ചതുകൊണ്ടില്ല. പക്ഷെ അയാള് കൂറുമാറി വോട്ട് ചെയ്യുകയോ മറ്റു രീതിയിൽ ചെയ്യുകയോ ചെയ്താലുണ്ട്. അപ്പൊ വിപ്പ് ലംഘിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ പുറത്താക്കരുതെന്ന് വാദിക്കുന്ന ജനാധിപത്യവാദികളും വേറെയുണ്ട്. കാരണം എനിക്കൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ നിലപാടുകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പൊ ഹരിയാനയിൽ തന്നെ രാജ്യസഭ ഇലക്ഷനിൽ 6 കോൺഗ്രസ് എം.പിമാരാണ് അതുണ്ട്. ഞാൻ പറഞ്ഞ അപ്പൊ വിപ്പ് ലംഘിച്ചാൽ പോവാമോ? മൂന്നാമത്തെ വിഷയം, ഒന്നിച്ച് പോകാതെ, അല്ല ഓരോരുത്തരായിട്ട് പോകാതെ ഒരു പാർട്ടി പിളരുകയാണെങ്കിൽ 2/3 അല്ലേ? 1/3 കൂടുതൽ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു പുതിയ പാർട്ടിയായി അംഗീകരിക്കാം. അതൊരു പാർട്ടിയായി അംഗീകരിക്കാം. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ 1/3 ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ 3 പേരുണ്ടെങ്കിൽ ഒരാൾ പോയാൽ മതി. അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 3 പേര് 4 പേര് പോയാൽ റെഡിയായി. അപ്പൊ അങ്ങനെ നിയമത്തിനെ വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പോ നമുക്ക് ആം ആദ്മിയുടെ കേസ് എടുത്താൽ, ആം ആദ്മിക്ക് 10 എം.പിമാരാണ് രാജ്യസഭയിലുള്ളത്. ഈ 10 എം.പിമാരിൽ 7 പേരാണ് ഇപ്പോ മാറിപ്പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ 2/3 ഭാഗത്തിൽ കൂടുതൽ പോയി. വേണമെങ്കിൽ അത് നിരപരാധ നിയമത്തിന്റെ ഈ ഇതനുസരിച്ച് ശരിയാന്ന് പറയാം. പക്ഷെ അവർ ചെന്നുപെട്ട ഒരു പ്രശ്നമുണ്ട്, ധാർമ്മികവും നിയമപരവുമായ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, രാജ്യസഭാ മെമ്പർമാർ തെരഞ്ഞെടുക്കപ്പെടുന്ന നേരിട്ട് ജനങ്ങളല്ല, നിയമസഭയിലെ അംഗങ്ങളാണ്. അപ്പൊ അവർക്ക് നേരിട്ട് ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ല. ജനങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് എവിടെ വേണമെങ്കിലും അങ്ങനെ നേരിട്ട് ആരും വോട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ആരും ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടില്ല, ജനങ്ങൾ കൊടുത്തിട്ടില്ല, ജനങ്ങൾ തെരഞ്ഞെടുത്തതുമല്ല എന്നുള്ള വാദം അവിടെയുണ്ട്. പക്ഷെ നിയമപരമായി ഇവർ നേരിടാൻ പോകുന്ന പ്രശ്നമൊന്നുമല്ല. പാർട്ടി പിളർപ്പ്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി പിളരുന്നു. ഓക്കെ, രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 7 പേര് ഇപ്പുറത്തും സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ 3 പേര് ഇപ്പുറത്തും അങ്ങനെ നിൽക്കാം. പക്ഷെ ഇവിടെ ചെയ്തത് അതല്ല. ഇവര് നേരെ പോയി ബി.ജെ.പി. ചേരുക. ഇവിടെ ഒരു വലിയ ചോദ്യം, സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാതെ അല്ല എം.പി. ആയിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ 113 എം.പിമാരായി. 106 എം.പിമാരുണ്ടായിരുന്നു ബി.ജെ.പി, 113 എം.പിമാരായി എന്ന് അവർ പ്രഖ്യാപിച്ചു. സ്പീക്കർ അത് അംഗീകരിക്കുക, രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി നമ്മുടെ ഉപരാഷ്ട്രപതിയാണല്ലോ അവിടെ ചെയർമാൻ, അംഗീകരിക്കുകയും ചെയ്തു. ഇനിയാണ് നിയമപ്രശ്നം വരാൻ പോണത്. ഒരു പാർട്ടി പിളർന്ന് 2 ഗ്രൂപ്പായി നിലനിൽക്കാൻ 2 പേർക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി അസംബ്ലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, 1/3 ഭാഗത്തിൽ കൂടുതലാണെങ്കിൽ. പക്ഷെ വേറൊരു പാർട്ടി ചേർന്നാൽ ഇതുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വേറൊരു ഗ്രൂപ്പ്, ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 7 പേർക്ക് ഒരിക്കലും ഒരു പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു പാർട്ടിയായിട്ട് നിൽക്കാൻ, ഞാൻ ആ 7 പേരിലും വിവരമുള്ളവരാരുമില്ല.
രാഷ്ട്രീയമുള്ളവരും ഇല്ല. മറ്റേ ഈ രാഘവ് ചദ്യോ അല്ലെങ്കിൽ സ്വാതി മൽവാൽ ഒഴിച്ചാൽ ബാക്കി ഹർഭജൻ സിംഗ്, അശോക് മിറ്റൽ അങ്ങനെ തുടങ്ങി കാശും പ്രശസ്തിയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു ഗ്രൂപ്പായി നിൽക്കാൻ പോലും പറ്റില്ല. ഗ്രൂപ്പായി നിന്ന പാർലമെന്റിൽ എന്തായിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇവരൊന്നും പാർലമെന്റിൽ പോണവർ പോലും അല്ല. അപ്പൊ ഇവരൊരു ഗ്രൂപ്പായി, സെപ്പറേറ്റ് ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവർക്ക് പിന്നെ വേണമെങ്കിൽ ലയിക്കാം എന്നൊരു വാദം ഉന്നയിക്കാം. പക്ഷെ അപ്പൊ പോലും ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടല്ല, ബി ജെ പിയിലാണ് കയറിയിട്ടുള്ളത്. ഇത് നിയമപരമായി ഒരു കുരുക്കിലേക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അപ്പൊ നിങ്ങൾ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോയത്, ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോകുന്നത് പിളർപ്പിന് രണ്ടാണ്. പാർട്ടിയിലെ പിളർപ്പിനെയാണ് ഈ 3-1 അല്ലെങ്കിൽ 3-2 എന്ന് പറഞ്ഞ വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അതായത് ഇവരൊരു പാർട്ടി രൂപീകരിക്കുകയല്ല ചെയ്തത്, 7 പേരായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയല്ല ചെയ്തത്, ബി ജെ പിയിലേക്ക് കൂറുമാറുകയാണ് ചെയ്തത്. സാധാരണ അങ്ങനെയല്ലല്ലോ. ഒരു പാർട്ടി പിളർന്നാൽ 2 പാർട്ടിയാവും. ഇപ്പൊ കോൺഗ്രസ് പിളർന്നു, കോൺഗ്രസ് എ കോൺഗ്രസ് ഐ എന്നുണ്ടാവാം. അല്ലെങ്കിൽ CPM പിളർന്നു, CPM എ CPM ബി എന്നുണ്ടാവാം. അല്ലെങ്കിൽ BJP പിളർന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പക്ഷെ ഗോവയിലും ഒക്കെ നമ്മൾ കണ്ടത്, നിയമസഭയിലും ഒക്കെ നമ്മൾ കണ്ടത് ഭൂരിപക്ഷം വരുന്ന നിയമസഭാ സാമാജികരും അല്ല, അങ്ങനെയല്ല. അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാല്, ഇനി രണ്ടാമത്തെ ചോദ്യമുണ്ട്. പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ശിവസേനയിൽ വന്നൊരു ചോദ്യം. മഹാരാഷ്ട്രയിൽ ശിവസേന മാറ്റത്തിൽ ഇതുപോലെ BJPയിലേക്ക് മാറാൻ പോയപ്പോൾ അവർ പറഞ്ഞു പാർട്ടി നേതൃത്വം, ഇപ്പോഴും പാർട്ടി നേതൃത്വം നിയമപരമായി പഞ്ചാബിൽ മാനാണ്, മുഖ്യമന്ത്രിയാണ്. ദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാളാണ്. ഇപ്പൊ പാർട്ടി നേതൃത്വത്തിന്റെ വിപ്പ് ലംഘിച്ചാണ് ഇവർ പോയതെങ്കിൽ ഇവരെ കൂറുമാറ്റ നിയമത്തിനനുസരിച്ച് റദ്ദാക്കാം. കാരണം ഇവര് വേറൊരു പാർട്ടി പോയി ചേർന്നു, പാർട്ടി നേതൃത്വത്തിന്റെ വിപ്പ് ലംഘിച്ച്. അപ്പോൾ അത് ശിവസേനയിൽ അത് വന്നിട്ടുണ്ട്. ശിവസേനയിൽ ആരാണ് പാർട്ടി നേതൃത്വം എന്ന ചോദ്യം ഉണ്ടായിരുന്നു. രാജ് താക്കറെയാണോ മറ്റേ ഇയാളാണോ എന്നുള്ളത്, ഉദ്ധവ് താക്കറെയാണോ എന്നുള്ളത്. അപ്പൊ ആ ചോദ്യത്തിൽ അവസാനം സുപ്രീം കോടതി വിധിച്ചത് പാർട്ടി നേതൃത്വം തന്നെയാണ്. അവരോട് എത്ര MLA മാരുണ്ടെന്നുള്ളതല്ല, പാർട്ടി ലീഡർഷിപ്പ്. അങ്ങനെയാണല്ലോ അജിത് പവാറിന് ചിഹ്നം കിട്ടുന്നത്. ശരത് പവാറിന്റെ മകനെ ചിഹ്നം കിട്ടുന്നത് ഈ സംഗതി വെച്ചിട്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ നിയമപരമായ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. BJPയുടെ ഓപ്പറേഷൻ താമര ഈ തരത്തിൽ BJPയിലേക്ക് അവർക്ക് വേണമെങ്കിൽ രാജിവെച്ച് നിൽക്കാം. അവർക്ക് 7 പേർക്ക് രാജിവെച്ചാൽ ഒരു കുഴപ്പമുണ്ട്. രാജിവെച്ചാൽ ഇപ്പോഴും നിയമസഭയിൽ വലിയ തോതിലുള്ള വോട്ട് ഭൂരിപക്ഷമുണ്ട്. വേറെ ആളുകളെ അവർ തെരഞ്ഞെടുക്കും, എഫക്ട് ചെയ്യില്ല, പോവും. അപ്പൊ അത് BJPക്ക് പറ്റില്ല. അപ്പൊ ഇനി സുപ്രീം കോടതി രാജ്യസഭയിലെ എംപിമാരുടെ എണ്ണവും കൂടാ. അപ്പൊ ആം ആദ്മിക്ക് 7 പേര് കിട്ടും. 7 പേരുണ്ടാവും. ഈ മിക്കവാറും എല്ലാവരും ജയിക്കും. ചിലപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും ജയിച്ചു വരും. BJPക്ക് അവിടെ വോട്ടില്ല. ഈ പഞ്ചാബിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ BJPക്ക് ബേസ് വോട്ടില്ല. അവിടെ ഒന്നാമത്തെ പാർട്ടി ആം ആദ്മി, രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ്, മൂന്നാമത് അകാലിദൾ, നാലാമതാണ് BJP. നാലാമതുള്ള പാർട്ടിക്ക് അകാലിദളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടില്ല. തമിഴ്നാട്ടിലൊരവസ്ഥയാണ്. കാരണം ബേസ് കടന്നു കയറാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റും എന്ത് സംഭവിക്കുന്നു? വലിയൊരു ശക്തി കോൺഗ്രസിനും ഉണ്ടോ? കോൺഗ്രസിനുള്ള ശക്തി ഉണ്ട് അവിടെ. ആം ആദ്മി കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. അവിടെ MP കൂടുതൽ കോൺഗ്രസിന്റെയാണ്. പക്ഷെ ഒരു ബേസ് ഉള്ളത് അകാലിദളിനല്ലേ? അല്ലല്ല, ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ MP കോൺഗ്രസിനാണ് പഞ്ചാബിൽ. ആം ആദ്മിക്ക് ഒരു MP ഉള്ളൂ. നിയമസഭയിൽ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്, അകാലിദളല്ല. പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. ഈ ഇടപാടിൽ ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണം പറ്റിയാൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ആം ആദ്മിയുടെ ഒരു തകർച്ച കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് അവിടെ പഞ്ചാബിൽ അത് കോൺഗ്രസിന് ഗുണകരമാവാനാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യത. അടുത്ത വർഷം അവിടെ ഇലക്ഷൻ വരിക. ആം ആദ്മിന്ന് ആളുകൾ പോയാൽ ഈ പ്രശ്നമുണ്ടെന്നേ, ആം ആദ്മിന്ന് MLA മാർക്ക് BJP പോയി ചേരാൻ പറ്റില്ല. BJP ചേർന്ന് അവരടുത്ത ഇലക്ഷൻ ജയിക്കണ്ടേ? അപ്പൊ അവരെങ്ങോട്ട് പോകും. പക്ഷെ മറ്റു സ്ഥലങ്ങളിലെല്ലാം അവർ അടുത്ത ഇലക്ഷൻ ജയിക്കും. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കൂറുമാറിയാലും ഇതേ വ്യക്തികൾ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുകൊണ്ട് ജയിക്കാറ്. അല്ല, പഞ്ചാബിൽ അത് പറ്റില്ല. പഞ്ചാബിൽ BJPക്ക് ബേസ് ഇല്ല. BJPക്ക് മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഹരിയാനയിലോ പറ്റും. പക്ഷെ ഇതിനത് പറ്റില്ല. BJPക്ക് ബേസ് ഇല്ല. അവിടെ BJPക്ക് സ്വന്തമായി വോട്ടില്ല. അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയെ നിൽക്കണേ. ഇത് കേരളത്തിലെ പോലെയാണ്. കേരളത്തിൽ LDF UDF നിൽക്കുന്നതുകൊണ്ട് BJPക്ക് ബേസ് ഇല്ല. പതുക്കെ അവർ ഉണ്ടാക്കാൻ നോക്കണമെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അകാലിദളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും രക്ഷപ്പെട്ടില്ലല്ലോ. രക്ഷപ്പെട്ടില്ല. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ആം ആദ്മി ഇല്ലാതാക്കി പകരം BJP വരിക എന്ന ഒരു രീതിയിലേക്ക് അവിടെ പെട്ടെന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് ആം ആദ്മിയുടെ ക്ഷീണം എന്ന് പറയുന്നത് സ്വാഭാവികമായി അവിടെ ഗുണം കിട്ടാൻ പോണത് കോൺഗ്രസിനാണ്. അകാലിദളിന് വല്ലൊരു സീറ്റ് കിട്ടില്ലോ എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് BJPക്ക് പ്രത്യക്ഷമായി 7 MP കിട്ടിയത് മാത്രമേ ലാഭമുള്ളൂ. അവരെ ഡിസ്ക്വാളിഫൈ ചെയ്താൽ BJPക്ക് കച്ചവടം മൊത്തം നഷ്ടവും.
കോൺഗ്രസിന് ഒരു വളർച്ചയ്ക്കും കാരണം. സിംഗ്